അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് അകത്ത് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പൊ ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല. ഞാൻ ഒരുപാട് തവണ ഇവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ എനിക്കും പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. ആൾക്കാർ ഇങ്ങനെ പറയുന്നതിൽ, അതിനകത്തുള്ള ആൾക്കാർ പറയുന്നതിലൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. പക്ഷെ പുറത്ത് ഔട്ട് പോയേക്കുന്നത് കാണുമ്പോഴാണ് നമ്മളും ഇവൻ ഞാനാണെങ്കിലും അയ്യോ ഇതൊക്കെ ഇങ്ങനെയാണോ പോയിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഭയങ്കരം തന്നെ. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് ജാസ്മിൻ അടിക്കണം. കപ്പടിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ജാസ്മിൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോൾ അവൾ അതിനെ എങ്ങനെ കാണും, അല്ലെങ്കിൽ ഇത്രയും സഹിക്കാൻ പറ്റുണ്ടാവില്ല എന്നുള്ളതൊക്കെ പറയും. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ആ ഫിനാലെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ഫിനാലെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ ഞാനും പറയും. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. പക്ഷെ ആ ഫിനാലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കുണ്ടായിരുന്നുള്ളൂ. കാര്യം അത്ര ഗംഭീരമായിട്ടായിരുന്നു ജാസ്മിന്റെ പെർഫോമൻസ് ആ ഒരു ടൈമിൽ പൊക്കോണ്ടിരുന്നത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അപ്പൊ അത് കളയരുത് എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഇല്ല. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അത്രയും സൈബർ അറ്റാക്കും അതുപോലെ തന്നെ അതിന്റെ അകത്തും ഇത്രയും അറ്റാക്ക് ചെയ്തേക്കുന്ന വേറൊരു വ്യക്തി ഒരു സീസണിലും ഇല്ല. എല്ലാം എന്നെ തേടിയാണ് വരുന്നത്. എന്നെ മാത്രം ഉന്നം വെച്ചിരിക്കുകയാണ് ലോകം. എന്താ അതിന്റെയൊക്കെ അർത്ഥം? അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്ത് വന്ന ഒരാള് കപ്പടിക്കണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. ഇരുത്തി പറയിക്കൊന്നല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇരുത്തി പറയിക്കൊന്നല്ല. കണ്ടിന്യൂ എങ്ങനെ ഇരിക്കണം? കണ്ടിന്യൂ. ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കൂട്ടം ചേർന്നാണല്ലോ നമ്മൾ ഇത്രയും ആക്രമിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തത്. ഒരു നടൻ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ. അപ്പം അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അത് ഞാൻ എങ്ങനെ സഹിക്കും? ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. കഥാപാത്രം കൂടി ഒന്ന് വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. അപ്പം അവൻ അതേ ചിന്തിച്ചുള്ളൂ. എനിക്ക് ഇവള് ചിന്തിക്കുന്നതിനെ കഴിയും കൂടുതൽ കണക്ട് ആയത് അവൻ ചിന്തിക്കുന്നതാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഞാൻ അന്നിരുന്ന് കരയുന്നതായാലും എനിക്കിത് അങ്ങോട്ട് പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സ്നേഹിച്ചവർ എന്നെ ഇങ്ങനെ ചതിച്ചു എന്നോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പൈസക്ക് വിറ്റു എന്ന് പറയുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പുറത്ത് എനിക്കിപ്പോൾ ഉള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എന്റർടൈനർ എന്നുള്ളൊരു സാധനമാണ്. ജാസ്മിൻ ചിരിച്ചു കാണണം എന്നായിരുന്നു ആ സമയത്ത് എല്ലാവരും. കാരണം അത്ര എന്റർടൈനിങ് ആയിരുന്നു ജാസ്മിന്റെ പെർഫോമൻസ്. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പച്ചും ഉമ്മച്ചും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി.